ആലപ്പുഴയിൽ അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകുമെന്ന് സർക്കാർ നിയോഗിച്ച സമിതി ഉറപ്പു നൽകിയെന്ന് കുടുംബം. തിരുവനന്തപുരത്തു നിന്നെത്തിയ വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ചു. ഡോക്ടർമാരുടെ വീഴ്ച വ്യക്തമായിട്ടും ലാബുകൾ മാത്രം കുറ്റപ്പെടുത്തുന്നതാണ് ഡിഎംഒയുടെ റിപ്പോർട്ട്. സ്വകാര്യ ലാബുകളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടതായി കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് പറഞ്ഞു. നിലവിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവര് അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. ഇപ്പം നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. ആലപ്പുഴയിൽ നിന്ന് യു ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ച ശേഷം എന്താണ് കുഞ്ഞിന്റെ മാതാപിതാക്കളെ അറിയിച്ചത്? ദിവ്യ, ഏതാണ്ട് 1.5 മണിക്കൂറോളം സമയം കുട്ടിയെ പരിശോധിക്കുകയും കുട്ടിയുടെ മാതാപിതാക്കളുമായി വിശദമായ സംസാരം നടത്തുകയുമാണ് ഈ വിദഗ്ധ സംഘം ചെയ്തത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായ ഡോക്ടർ ബി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുകയും ഇവരോട് സംസാരിക്കുകയും ചെയ്ത് ഇവർക്ക് നൽകിയ ചില ഉറപ്പുകളുണ്ട്. അതായത് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹായം നൽകാൻ സർക്കാരിന് ഇവർ ആ തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും നൽകുക എന്നൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ട്. തങ്ങൾ കൃത്യമായ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സ ഏറ്റെടുക്കണം എന്നൊരാവശ്യം തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആലപ്പുഴയിൽ തന്നെ തുടർ ചികിത്സ നൽകാമെന്ന ഒരു ഉറപ്പും ഈ വിദഗ്ധ സംഘം ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സ്വകാര്യ ലാബായ മിഡാസ് ലാബിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയുണ്ടായി. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. ലാബിനെതിരെ പഴിചാരി ഡോക്ടർമാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമുണ്ടോ എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മാതാപിതാക്കൾക്ക് സർക്കാരിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞിന്റെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇനി സർക്കാരിന്റെ തീരുമാനം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇനി അറിയേണ്ടത്. വിവരങ്ങളാണ് യു ഷൈജു നൽകിയത്.